പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഇവളാണ് നമ്മുടെ സ്കൂബി. ഇവള് ഞങ്ങളെ വീട്ടിലല്ലാട്ടോ, ഞങ്ങളെ തറവാട്ടിലുള്ളതാണ്. എന്നാലും ഇവളെ അയച്ചു കഴിഞ്ഞാൽ ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തും. ഇവക്ക് നല്ല ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ നല്ല സന്തോഷാവും. അതിനു കൂടിയാണ് ഇവള് ഓടി വരുന്നത് കേട്ടോ. ഇവള് നിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇവളെന്തോ കാത്തിരിക്കുകയാണെന്ന്? അത് വേറൊന്നുമല്ല, ബിസ്ക്കറ്റ് എടുക്കുന്നതും കാത്തു നിൽക്കുകയാണ്. ബിസ്ക്കറ്റ് എന്ന് പറയുമ്പം തന്നെ ഇവൾ അവിടെ നിന്ന് കാത്തു നിന്നോളും. ഇവള് ബിസ്ക്കറ്റിനായി കാത്തു നിൽക്കുന്ന അവസരം ഞങ്ങൾക്ക് വേറൊരു പ്രയോജനം കൂടി ഉണ്ടേ. നിങ്ങളുടെ മുമ്പിൽ എന്നും ഞങ്ങൾ കാട്ടിത്തരാറുണ്ട്. ഇവള് ബിസ്ക്കറ്റ് തിന്നാൻ കാത്തു നിൽക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഇവളെ വീഡിയോസുകൾ എടുക്കുന്നത്. ഇവളുടെ ഈ ബിസ്ക്കറ്റ് കാത്തു നിൽപ്പിൽ നിന്നും നല്ല നല്ല പോസ്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടും. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറ്റാറുള്ളത്. ഇവളെ തുറന്നാൽ പിന്നെ ഇവളെ കൂട്ടിക്കയറാൻ പണിയാണേ. പിന്നെ അവള് ഫുള്ള് വീടുകളൊക്കെ ചുറ്റി കറങ്ങും. എവിടെയെങ്കിലും ഒരു പൂച്ചേൻ്റെ മണമെങ്കിലും ഉണ്ടെങ്കിൽ അവള് പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കില്ല. ആ പൂച്ചയുടെ വയ്യെ പോയിക്കോളും. പിന്നെ കൂട്ടിലും കയറാൻ ഇവളെ കിട്ടത്തില്ല. ഇപ്പൊ പരതുന്നത് ബിസ്ക്കറ്റിന്റെ അംശം അവിടെ എങ്ങനെ ഉണ്ടോന്നാണേ. സ്കൂബി എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവൾ ഓടിയെത്തും. അതാണ് ഇവളുടെ ഒരു പ്രത്യേകത. സ്കൂബി ബിസ്ക്കറ്റ് എന്നും കൂടി പറയുകയാണെങ്കിൽ ഇവൾ ഓടിയെത്തും. അങ്ങനെ ഇവള് ഞങ്ങളോടൊപ്പം വന്ന് ഒരുപാട് കളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞൊന്നും കൂടുതൽ ഇവള് കയറില്ല. ഇവളെ ഹോബിന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നന്നായി ഓടലാണ്. ഇതായിട്ട് ഇവളെ കളിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ? എനിക്ക് ഇവിടെ അടുത്ത് നിൽക്കാൻ അധികം ധൈര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഉള്ള ധൈര്യമൊക്കെ വെച്ച് അവിടെ നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് എൻ്റെ കളി കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഗൈസ്? ഏട്ടന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവള് നമ്മളെ വീടിന്റെ പടീനെ മേളക്കാരി കടിക്കുകയാണേ. ഇവളെ ഞങ്ങളെ വീട്ടിൽ വാങ്ങിയത് കുറച്ച് വലുതായപ്പോഴാണ്. ഇവളെ കുഞ്ഞാപ്പനാണ് കൊണ്ടുവന്നത്. ഇവളെ ഈ സമയത്ത് തുറന്നാലും ഞങ്ങളെ വീട്ടിലേക്ക് ഓടിയെത്തും. ഇപ്പൊ പുറകു വശത്ത് നിൽക്കുകയാണ്. കൂട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ഓടുകയാണേ. ഫുട്ബോൾ കൊണ്ട് കളിക്കിയവൾക്ക് നല്ല ഇഷ്ടമാണ്. ഏട്ടൻ്റെ ബോൾ കിട്ടി അവൾ തട്ടി കളിക്കും. ഏട്ടൻ ബോൾ കൊടുക്കാതെ സ്കൂബിയെ കളിപ്പിക്കുകയാണ്. അവള് ബോൾ കിട്ടാനായി കാത്തു നിൽക്കുന്നുണ്ടോ ഗൈസ് നിങ്ങള്? ബോള് കിട്ടിയ മാതിരി ഇവളെ ഇതാ മെസ്സിയായിട്ടും കളിക്കുന്ന പോലെ കളിക്കുന്നു. ഇവള് ബോൾ ഇട്ട് ഓടുകയാണ് തോന്നുന്നു. ഇതാ വേറൊരു വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ് ഇവള്. വേറൊന്നുമല്ല, ബിസ്ക്കറ്റിന് വേണ്ടി തന്നെയാണ് ഈ കാത്തിരിപ്പ്. ഇതാ നിങ്ങൾക്ക് വേറെ ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തന്നാലോ? ഇവനെ നിങ്ങൾക്ക് അത്രയൊന്നും പരിചയം ഉണ്ടാവില്ല. ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവനാണ് നമ്മുടെ സ്വന്തം ലിയോ കുട്ടൻ. ഇവൻ ഞങ്ങളുടെ അമ്മ വീട്ടിലുള്ളതാണേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് വീഡിയോസുകൾ എടുത്തതാണ്. ഇവനെ അവര് അയച്ചു വിടാറില്ല. അതാണ് ഇവനെ കൂടിനോട് കെട്ടിവെച്ചത്. ഇവൻ അയച്ചു വിട്ട ഇവൻ പുറത്തൊക്കെ ഓടിപ്പോയി കളയുന്നതുകൊണ്ടാണ് ഇവനെ കെട്ടിയിരിക്കുന്നത്. ഇവന്റെ കാത്തിരിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്?
അച്ഛൻ ചായക്കൂട്ടിൽ കൊണ്ട കൊടുക്കും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഇവൻ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന ചെറുപ്പത്തിലായിരുന്നേ. അപ്പൊ എനിക്കൊന്നും പേടിയൊന്നും ഇല്ലായിരുന്നു. ചെറിയ കുഞ്ഞു ബേബിയായിരുന്നു. ഇപ്പൊ വലുതായപ്പോ എനിക്ക് പേടിയാണ്. എന്നാലും അവനെ കാണാൻ നല്ല ഭംഗിയാണ്. അവൻ ആരെയും ഒന്നും ചെയ്യൊന്നുമില്ല. കുട്ടികൾ നല്ല ഇഷ്ടം അവന്. ഇവന്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങൽ ഇങ്ങനെയാണേ. വലിയൊരു കയറ് കെട്ടി ഇവനെ പുറത്ത് കുറേ നേരം ഇടും. അതിനുശേഷം അവനെ കൂട്ടിൽ കയറ്റും. ഇത്ര നല്ല സുന്ദരനായി ഇരിക്കുന്ന കണ്ടോ ഗൈസ് നിങ്ങൾ? ഇവൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ നല്ല ആളാണ്. ഇവൻ ഞങ്ങൾക്ക് നന്നായി ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസുകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന